മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ 10ാം ക്ലാസ്സിലെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഈ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ പ്ലസ് ടുവിൽ വരുമ്പോൾ അതൊരു ചാപ്റ്ററാണ്. പിന്നീട് നമുക്ക് ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. പിന്നെ എന്താണ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഈ ഹൈഡ്രോ കാർബൺസ്, ബയോ കെമിസ്ട്രി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫീൽഡിൽ പഠിക്കാൻ അതിനെല്ലാം നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഈ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻസാണ്. 10ാം ക്ലാസ്സിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും അതിന് മാത്രമല്ല, മുന്നോട്ട് നമ്മുടെ പഠിത്തത്തിൽ പോകുമ്പോഴായാലും നമുക്കിത് വാല്യുബിളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പോയിന്റ്സും നമ്മൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, ചാപ്റ്ററിലേക്ക് തുടങ്ങാം. ആദ്യം എന്താ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ലിവിങ് തിങ്സ് ആർ ദ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആണല്ലോ, അല്ലെങ്കിൽ മെയ്ഡ് അപ്പ് കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ നോൺ ലിവിങ് ആയിട്ടും ലിവിങ് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഉദാഹരണം പറഞ്ഞാൽ ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ്, ബുക്സ് എല്ലാത്തിലും കാർബൺ ബേസ്ഡ് ആണ്. ഇനി കാർബൺ കോമ്പൗണ്ട്സ് ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ലൈം വാട്ടറിലോട്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുമ്പോൾ അതിനെ മിൽക്കി ആക്കി മാറ്റുന്നു. ഓക്കെ, എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നതിന് 0.02% കാർബൺ ആണ്. അതായത് മിനറൽസ് ലൈക്ക് കാർബണേറ്റ്സ്, ഹൈഡ്രജൻ കാർബണേറ്റ്സ്, പെട്രോളിയം, കോൾ എക്സെട്ര ഒക്കെയാണ്. അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ 0.03% കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. പക്ഷേ ബട്ട് ഇതെല്ലാം ആണെങ്കിൽ ഇത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. 0.02% എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പ്രസൻസാണ്. 0.03 എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പ്രസൻസാണ്. പക്ഷേ ബട്ട് കാർബൺ ഹാസ് ഇമ്മൻസ് ഇമ്പോർട്ടൻസ്. കാർബൺ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന് അല്ലെങ്കിൽ എലമെന്റിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ പറയുന്ന ഒരു ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ പറയുമ്പോൾ കോവാലന്റ് ബോണ്ടാണ് ഈ കാർബൺ എന്ന് പറയുന്ന എലമെന്റ് സ്വീകരിക്കാറുള്ളത്. അതിനൊരു കാരണം ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത 2,4 എന്ന് പറയാം. സബ്ഷെൽ കോൺഫിഗറേഷൻ എടുത്താൽ 1s2 2s2 2p2 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ ഇത് കാണിക്കുന്നത്. അറ്റോമിക് നമ്പർ 6 ആണ്. സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഷെല്ല് കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്തു. സെക്കൻഡ് ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺസിന് ഗെയിൻ ചെയ്യണമെങ്കിൽ C4- എന്ന് പറഞ്ഞാൽ അയോൺ ആവണം, അല്ലെങ്കിൽ അയോൺ മീൻസ് ആനയോൺ ആവണം. ഓക്കെ, പക്ഷേ അത് ഡിഫിക്കൽട്ടാണ്. കാരണം 6 പ്രോട്ടോൺസിനെയും 10 ഇലക്ട്രോൺസിനെയും വെച്ചുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അൺസ്റ്റേബിൾ ആയി പോകും കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്. പക്ഷേ ഇപ്പം ലോസ് ചെയ്ത് 4 ഇലക്ട്രോൺസിന് ലോസ് ചെയ്ത് C4+ കാറ്റയോൺ ആവണമെന്നാണെങ്കിൽ എന്താണ്, ഒരു ഹൈ എനർജി വേണം. കാരണം എന്താ, 6 പ്രോട്ടോൺസിനെയും 2 ഇലക്ട്രോൺസിനെയും ഒക്കെ ലോസ് ചെയ്യണമെങ്കിൽ അത്രയും വലിയ ഒരു ഹൈ എനർജി വേണം ഇതിന് വേണം. അത് പോസിബിൾ അല്ല. ഈ കാർബൺ കോമ്പൗണ്ട്സിന്റെ ഒരു മെയിൻ പ്രശ്നം, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അത് ചില സമയത്ത് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ഇൻസുലേറ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കണം. കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ഉപയോഗിക്കാം, കാർബൺ കോമ്പൗണ്ട്സിന് ഉപയോഗിക്കാം. ഇനി ഈ ബോണ്ടിങ് ഡസ് നോട്ട് ഫോം അയോൺസ്. ഇതിന്റെ ബോണ്ടിങ് മുഖേന അയോൺസ് ഫോം ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ആനയോൺസും കാറ്റയോൺസും ഒന്നും പോസിബിൾ അല്ല അവിടെ. സ്വാഭാവികമായിട്ട് അതും പറ്റില്ല. പിന്നെന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് മറ്റ് അയോണിക് കോമ്പൗണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ളത്. നമ്മൾ അവിടെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. CH3COH എന്ന് പറഞ്ഞ അസറ്റിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നിങ്ങൾക്ക് കാണാം ടേബിളിൽ. അതൊരു ക്ലോറോഫോം CH3 ഫോർമുലാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾക്ക് ആവശ്യം വരുന്നതല്ല. 209. പിന്നെ എന്താണ് ബോയിലിംഗ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 209 ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് 334. എത്തനോൾ ആണെങ്കിൽ CH3CH2OH 156 മെൽറ്റിംഗ് പോയിന്റ്, 351 ബോയിലിംഗ് പോയിന്റും ആണ്. മീഥേന്റെ കേസ് നോക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 90യും അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 111 ആണ്. ഓക്കെ, ഇതിലെല്ലാം മനസ്സിലാക്കുന്നത് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതാണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ കുറച്ച് ഹീറ്റ് കൊടുത്താൽ തന്നെ എന്താണ്, പെട്ടെന്ന് മെൽറ്റ് ആവുകയും ബോയിൽ ആവുകയൊക്കെ ചെയ്യുന്നതാണ് ഈ കാർബൺ കോമ്പൗണ്ട്സിന്റെ ഒരു പ്രശ്നം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നതാണ് ഈ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഈ ഷെയറിങ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വിത്ത് അതർ ആറ്റംസ് ഓഫ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കാർബൺ അല്ലെങ്കിൽ മറ്റ് എലമെന്റ്സുമായിട്ട് ചെയ്യുന്നതിന് ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോത്ത് ആറ്റംസ് അറ്റൈൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതായത് 2 ഇലക്ട്രോൺസ് ഒരു ഒന്നുമില്ല ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് അതിനൊരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യേണ്ടി വരും. ഈ സിംപ്ലസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇവർ ഹൈഡ്രജൻ ആയതുകൊണ്ട് തന്നെ അതിന് 1 ഇലക്ട്രോണേ ഉള്ളൂ കേസ് ഷെല്ലിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഇലക്ട്രോൺ കൂടെ വേണം, എങ്കിലേ എന്താവുള്ളൂ, സ്റ്റേബിൾ ആവത്തുള്ളൂ. അതിനാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 അല്ലെങ്കിൽ 8 ആകണം. വലിയ വലിയ എലമെന്റ്സിലോട്ട് ചെല്ലുമ്പോൾ, അറ്റോമിക് നമ്പർ കൂടിയ എലമെന്റ്സിലോട്ട് ചെല്ലുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ അവിടെ 8 ആണ്. അപ്പോൾ 8 18 ആക്കി മാറണം. പക്ഷേ നമ്മൾ സാധാ ഹൈഡ്രജനെ പോലത്തെ ഒരു എലമെന്റിൽ ഇപ്പം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ
എന്താണ് ആ വാലൻസ് ഷെല്ലിൽ വരേണ്ടത് 2 ഇലക്ട്രോൺസ് ആണല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഹൈഡ്രജൻ മോളിക്യൂൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ മുഖേന ചെയ്യുന്ന പെയറിങ്ങിനെയാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ വാലൻസ് ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ഒരു ഡോട്ട്സ് അല്ലെങ്കിൽ ക്രോസ് ഓവർ അല്ലെങ്കിൽ ക്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും വിത്ത് 2 ഹൈഡ്രജൻ ആറ്റം. അതുകൊണ്ടാണ് ഒരു ലൈനിൽ അതിനെ റെപ്രസെന്റ് ചെയ്ത് മാറ്റിയേക്കുന്നത്. ഇത് ഹൈഡ്രജന്റെ കേസ് നമ്മൾ പറയുന്നത്. കാരണം കോവാലന്റ് ബോണ്ടിന്റെ ബേസിക് എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആണ്. ആ ഹൈഡ്രജൻ കോമ്പൗണ്ട്സിൽ എന്തോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ കേസ് ഷെല്ലിലുണ്ട്. അപ്പോൾ 2 ചേർത്ത് നോബിൾ ഗ്യാസ് അറ്റൈൻ ചെയ്യുന്നു, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു, 1 പെയറിങ് നടന്നു. അപ്പോൾ 1 പെയർ എന്ന് പറയുന്ന ഒരു കോവാലന്റ് ബോണ്ടിങ് അവിടെ ഫോം ചെയ്യുന്നു. സിംഗിൾ ബോണ്ട് എന്ന് ഇതിനെ പറയാം. ഇപ്പോൾ ഡോട്ടഡ് ലൈൻസോ അല്ലെങ്കിൽ എന്താണ് ക്രോസസോ ഉപയോഗിച്ച് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നു. ഓക്കെ, അറ്റോമിക് നമ്പർ ഈ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് ക്ലോറിൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തോ 287. അപ്പോൾ 7 ഇലക്ട്രോൺസിൻ്റെ വാലൻസ് ഷെല്ലാണല്ലോ ഉള്ളത്. അപ്പോൾ അതെന്താണ് ഒരു ഡയോറ്റോമിക് മോളിക്യൂളായിട്ട് മാറും. എന്തിനു വേണ്ടി 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒന്നിനെയും കൂടെ ഷെയർ ചെയ്ത് ഡബിൾ കോവാലന്റ് ബോണ്ടായിട്ട് ഫോം ചെയ്യുന്നു. അറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് ഇടയ്ക്കുന്നു അവരുടെ ഇടയിൽ. അതാണ് ആ XX വീണ്ടും ഒരു XX വരുന്നു അല്ലേ. അതാ. ഇനി ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എൽ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫോം ചെയ്ത് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലോറിനും ഹൈഡ്രജനൊക്കെ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് സിംഗിൾ ബോണ്ട് എലമെന്റ്സ് ആണ് കേട്ടോ, സിംഗിൾ ബോണ്ട് കോമ്പൗണ്ട്സ്. അതാണ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഇവിടെ സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഞാൻ ഡബിൾ എന്ന് പറഞ്ഞത് തെറ്റാണ്, സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. കാരണം ഒരു ഇലക്ട്രോൺസാണ് പെയർ ചെയ്ത് ഒരു 2 ഇത് ചേർന്ന് ഒരു പെയർ ഉണ്ടാവുന്നു. മറ്റേടത്ത് അങ്ങനെയല്ല. ഓക്സിജന്റെ കേസിൽ എന്താണ് 2 ഇലക്ട്രോൺസിനെ പെയർ ചെയ്തുകൊണ്ട് 2 പെയർ അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു 4 ഇലക്ട്രോൺ പ്രസൻസ് ഉണ്ട്. 4 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 പെയർ. അങ്ങനെ ഡബിൾ ബോണ്ട് ആണ് അവിടെ ഓക്സിജൻ ആറ്റംസിനിടയ്ക്ക് ഉണ്ടാകുന്നത്. അതിനാണ് O ഡബിൾ വര O എന്ന് പറയുന്നത്. ആ ഡബിൾ വരയാണ് ഡബിൾ ബോണ്ടിനെ സൂചിപ്പിക്കുന്നത്. CL സിംഗിൾ CL എന്ന് പറഞ്ഞാൽ CL ആണ് ഇത് CL സിംഗിൾ ബോണ്ടാണെന്ന് കാണിക്കുന്നത്. ഹൈഡ്രജൻ ആണെങ്കിൽ H എന്ന് പറയുന്നത് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ്. അടുത്ത പറയുന്നത് എന്താണ്, ഈ കാർബണിലുള്ള ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് വാട്ടർ ആണ് പറയുന്നത്. ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈഡ്രജന് ഒരു സിംഗിൾ ഇലക്ട്രോണേ ഉള്ളൂ. അതുപോലെ ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 2 ഹൈഡ്രോജൻ്റെയും സിംഗിൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 2 സിംഗിൾ കോവാലന്റ് ബോണ്ട്സ് ഫോം ചെയ്യുകയും HOH എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് നൈട്രജൻ്റെ കേസാണ്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2,5 ആണ്. അപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആവാൻ വേണ്ടി 3 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പോൾ 3 ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ 3 ഇലക്ട്രോൺസും അതിൻ്റെ 3 ഇലക്ട്രോൺസും കൂടെ ഷെയർ ചെയ്ത് മാറ്റുന്നു. അപ്പോൾ എത്രയായി 3 ബോണ്ട് വരുന്നു. അതുകൊണ്ടാണ് N ട്രിപ്പിൾ ബോണ്ട് N എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ NH3യുടെ സ്ട്രക്ചർ പറയുന്നുണ്ടോ, എന്നിൽ 3 ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 3 ഹൈഡ്രജൻ ഫോം ചെയ്തുകൊണ്ട് NH3 അമോണിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ മക്കളെ ഇത്രയാണ് ബേസിക്സ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഫർദർ ക്ലാസ്സുകൾ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ കാർബണിൻ്റെ കോമ്പൗണ്ടുകളായോ ഇല്ല, നമ്മൾ ആദ്യമേ അതിൻ്റെ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ടിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആ കോവാലന്റ് ബോണ്ടുകൾ ഏതൊക്കെ ഉണ്ടെന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് കോവാലന്റ് ബോണ്ട് മുഖേന ഉള്ളതെന്നും അതിൻ്റെ എല്ലാ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറുമാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം വീണ്ടും നമ്മൾ അടുത്ത ഇതിൽ കണ്ടുമുട്ടുന്നവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.